പോലീസ് സ്റ്റേഷനിൽ സ്ഫോടനം. കൊല്ലം കടക്കൽ പോലീസ് സ്റ്റേഷനിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് വലിയ വാർത്തയായിരുന്നു. സംഭവത്തിൽ ഗുരുതര വീഴ്ചയെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. വിഷയത്തിൽ കടക്കൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ 8-ാം തീയതിയാണ് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ മണ്ണിനടിയിൽ കുഴിച്ചിട്ട പടക്കങ്ങൾ വ്യാപകമായി പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമുണ്ടായത്. അപകടത്തിൽ സ്റ്റേഷന് പുറകിലെ ജനൽ ചില്ലുകൾ തകർന്നു. സ്റ്റേഷൻ കോമ്പൗണ്ടിന് പുറത്തുള്ള 2 വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. ഒപ്പം അപകട സമയത്ത് റോഡിലൂടെ പോവുകയായിരുന്ന 2 കാറുകളുടെ ചില്ലുകളും തകരുകയുണ്ടായി. അനധികൃതമായി പടക്ക കച്ചവടം നടത്തിയവരിൽ നിന്ന് പിടിച്ചെടുത്ത പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമികമായി പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ പഴയ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു ഇവ സൂക്ഷിച്ചിരുന്നത്. പിന്നീട് ഈ ക്വാർട്ടേഴ്സ് പൊളിച്ചപ്പോൾ ഈ പടക്കങ്ങൾ മണ്ണിനടിയിൽ കുഴിച്ചിടുകയായിരുന്നു. സംഭവത്തിൽ വലിയ അശ്രദ്ധയുണ്ടായെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. സംഭവത്തിൽ സ്വമേധയാ കടക്കൽ പോലീസ് FIR ഇടുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് റൂറൽ SP-യുടെ പ്രാഥമികമായ വിലയിരുത്തൽ. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊട്ടാരക്കര DYSP-ക്ക് റൂറൽ SP നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുക. 2016-ൽ പിടിച്ചെടുത്ത പടക്കം എന്തുകൊണ്ട് നിർവീര്യമാക്കാതെ സ്റ്റേഷനിൽ തന്നെ സൂക്ഷിച്ചു, പിന്നീട് എങ്ങനെ ഇത് മണ്ണിനടിയിൽ വന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു കണ്ടെത്തൽ ഈ അന്വേഷണത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും അന്ന് സ്റ്റേഷൻ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെതിരെ ഉൾപ്പെടെ നടപടിക്ക് ശുപാർശ ചെയ്യുക. റിപ്പോർട്ടർ കൊല്ലം.